നമ്മളെല്ലാവരെയും ഷൈജു അടിമാലിയാണ്. നമസ്കാരം. പറയൂ, തുടരും വിശേഷം. തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് ലാൽ സാറിന്റെ ഡേറ്റുകൾ നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. അതുകൂടി സ്റ്റക്കായില്ലേ? പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഷൈജു അഭിനയിക്കത്തുള്ളൂ. ഒരുപക്ഷെ തുടരും പടം ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്തായേനെ ജീവിതം ചിന്തിച്ചിട്ടുണ്ടോ? ലാൽ സാറിന്റെ സെറ്റിൽ നിന്ന് ഞാൻ പോകുന്നത് നേരെ പെയിന്റ് സൈറ്റിലേക്കാണ്. നേരിട്ട് കണ്ട ലാലേട്ടൻ എങ്ങനെയുണ്ട് ഷൈജു? കൊതിയാവുന്ന അടുത്ത് നിൽക്കുമ്പോൾ ഇവരെല്ലാരും കൂടെ കൂടി ഒരു ഭയങ്കര സംഭവം ചെയ്തു വെച്ചേക്കണമെന്ന് തിയേറ്റർ പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. ആ ബൈക്കിൽ പോകുന്ന സമയത്ത് ലാലേട്ടൻ അടുത്തിരിക്കുന്നു. എന്തൊക്കെ സംസാരിച്ചു ലാലേട്ടൻ? മരിച്ചുപോയി. നന്നായിട്ട് ഞാൻ ജീവിക്കുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിം വർഗീസ്. സെല്ലിലോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 35 വർഷത്തെ കലാജീവിതത്തിൻ്റെ യാത്രയിൽ തുടരും എന്ന സിനിമയിൽ ലാലേട്ടനോടൊപ്പം തന്നെ നമ്മളെല്ലാവരെയും ഞെട്ടിച്ച, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് തിയേറ്ററിൽ വെച്ച് നിറയിപ്പിച്ച നമ്മളെല്ലാവരെയും ഷൈജു അടിമാലിയാണ്. നമസ്കാരം. നമസ്കാരം ഷൈജു ചേട്ടാ. എന്തോ ഒരുപാട് സന്തോഷം കേട്ടോ. ഒരുപാട് സന്തോഷം. തുടരും സിനിമ കാണുന്ന സമയത്ത് ലാലേട്ടനോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ ആരാധകർ ആഗ്രഹിക്കും, ലാലേട്ടനോടൊപ്പം അഭിനയിക്കാൻ കലാകാരന്മാർ ആഗ്രഹിക്കും. ഒറ്റ സീനുള്ളതിൽ എന്നാ ഇടുക്കി തിമിർത്തു തകർത്തു. പറയൂ, തുടരും വിശേഷം. തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചിത്രം അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ നാട്ടിലടക്കം എല്ലായിടത്തും തിയേറ്ററുകളെല്ലാം നിറഞ്ഞ സദസ്സിൽ തന്നെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ വലിയ സന്തോഷമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷവും തീരുമാനവും ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ വലിയൊരു തിരുത്തണം. ഷൈജു അടിമാലി എന്നാണ് ആളുകൾ അറിയപ്പെടുന്നത്, വിളിക്കുന്ന പൊതുവെ. ഷൈജോ എന്നാണ് പേര്. അപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂവിൽ അങ്ങ് തിരുത്തുക. ശരിക്കുമുള്ള പേര് ഷൈജോ അടിമാലി. അതെ. അപ്പോൾ എന്നാ പറയുക, ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനാഗ്രേഷനോ അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴേ അവർ നമ്മൾ കൊടുത്താലും ചിലപ്പോൾ ഈ ടൈപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളുള്ളൂ, പ്രിൻ്റ് അടിക്കുന്നത്, അവർ ഷൈജു അടിമാലി എന്ന് അടിച്ചു തരത്തുള്ളൂ. ഷൈജു ചേട്ടാ, ഞാൻ കേട്ടൊരു കാര്യമുണ്ട് കേട്ടോ. മലയാള സിനിമയിൽ ഷൈജോയ്ക്കൊരു കോള് വരുന്നു. ആദ്യം ഷൈജോ പറയുന്നു, എത്ര രൂപ എനിക്ക് തരും? അതൊരു സമയത്ത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായി. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഷൈജോ അഭിനയിക്കത്തുള്ളൂ. അത് ഇന്ന് തന്നെ അതും അങ്ങ് തിരുത്തണം. എന്തുവായിരുന്നു സത്യകഥ? അത് ആ ഫോൺ വരുന്നതിന് മുമ്പ് വരെയുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾ, അതായത് ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ വാദോരാതെ സംസാരിക്കുക. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാതെ ഞങ്ങളെല്ലാവരും വളരെ വിഷമിച്ച്, ഞാനും വൈഫും മക്കളും എല്ലാം കൂടെ നിൽക്കുന്ന സമയത്താണ് ഈ കോള് വരുന്നത്. അപ്പോൾ ഈ കോള് വരുമ്പോഴും ഇനി ഇതും അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നല്ല നമ്മൾ ചിന്തിക്കുക. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഈ ഫോണിനകത്തേക്കാണ്. ഫോണിനകത്തേക്ക് ശ്രദ്ധിക്കുക, എല്ലാവരും പരസ്പരം നോക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ നിന്ന് പിന്നെ ഇത് എടുത്തിട്ട് രണ്ടും കൽപ്പിച്ച് നമുക്ക് പറഞ്ഞിട്ട് എടുക്കാനായിട്ട് തുടങ്ങിയപ്പം കട്ടായി. തിരിച്ച് ഞാൻ അങ്ങോട്ട് വിളിക്കുക. തിരിച്ച് വിളിച്ച് കഴിയുമ്പോഴാണ് ഡിക്സൺ പൊടുത്താസാണ് എന്ന് എന്നോട് നിങ്ങൾ പറയുമ്പോഴാണ് ഡിക്സൺ ചേട്ടൻ ഇത്രയും വലിയ പ്രൊഡക്ഷൻ കൺട്രോളറാണ് പ്രൊഡക്ഷൻ കൺട്രോളറാണ് വിളിക്കണമെന്ന് മനസ്സിലാവുന്നത്. എന്താ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ മൊത്തം ഈ പ്രശ്നങ്ങളിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ചുറ്റും വന്ന് നിൽക്കുവാണല്ലോ. അതെ, എന്തായിരിക്കും ഇനി അടുത്ത നിലപാടെന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ ഞാനെന്നെ സംസാരിക്കുന്നു. അപ്പം ഞാൻ പറയുന്നു, സിനിമയാണെന്നുള്ള രീതി പറയണം. അങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് നമ്മുടെ അവസ്ഥ വെച്ചിട്ടേ സിനിമയാണ്, എത്ര വയസ്സ് കിട്ടുമെന്നുള്ളത് ചോദിച്ചു എന്നുള്ള സത്യം. കാരണം ഡിക്സൺ പൊടുത്താസ് പോലൊരു അത്രയും അറിയപ്പെടുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ കൺട്രോളറെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു നുണ പറയൂ? അതെ, ഇല്ല. എൻ്റെ ജീവിതത്തിലെ അനുഭവമാണത്. ഞാൻ അങ്ങനെ ചോദിച്ചതാണ്. ഒരു പക്ഷെ അത് മറച്ചു വെക്കാം അല്ലേ? പിന്നെ അത് വേണമെങ്കിൽ സിനിമയാണെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വെക്കാം. പക്ഷെ നമ്മൾ അപ്പം നിൽക്കുന്ന സ്റ്റേജ് അങ്ങനെയല്ല. അതെ. അപ്പം പിന്നെ നമ്മളത് പറഞ്ഞേ പറ്റൂ. പക്ഷേ അപ്പോൾ ചോദിക്കും, ആ സ്റ്റേജിനെ പിന്നെ എങ്ങനെ ഓക്കം ചെയ്തു, അങ്ങനെ മുന്നോട്ട് പോയി എന്ന് ചോദിക്കും. അത് കഴിയുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ചേട്ടാ ഇപ്പോഴാണ് എന്നോട് പറയണത് ലാൽ സാറിൻ്റെ. അപ്പോൾ ഞാൻ എത്ര ദിവസം ആണ് വേണ്ടി വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇവരെ മാത്രം ഒറ്റക്കിട്ടിട്ട് ഞാൻ ലൊക്കേഷനിൽ പോയി നിൽക്കുക എന്ന് പറയുന്നത് ഓർത്തിട്ടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് എത്ര ദിവസം വേണ്ടി വരും, പിന്നെ വേറെ എന്തെങ്കിലും പരിപാടി കിട്ടുവാണെങ്കിൽ അതും ഒന്നും കളയാൻ പാടാത്ത അവസ്ഥയാണല്ലോ എന്ന് ഓർത്തിട്ടാണ് പറയണത്. അന്നേരം പറയണത് അത് ലാൽ സാറിൻ്റെ ഡേറ്റുകൾ നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. അതുകൂടി സ്റ്റക്കായില്ലേ? കിളി പോയോന്നോ?
അപ്പോൾ അത്രയും നേരം ഞങ്ങൾ അനുഭവിച്ച ആ വിഷമത്തിനകത്തേക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തത്തിലൊരു സന്തോഷത്തെ കൊണ്ടുവരും ഈ കോള്. ഈ ലെസിൻ്റെ കോളേ ഒരു സന്തോഷത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പം തന്നെ പിന്നെ എന്ത് നീ വന്നാലും അങ്ങ് കഷ്ടപ്പെടാം. കാരണം അപ്പോൾ ഒരു വിളി നമുക്ക് വന്നു കഴിഞ്ഞു പടത്തിൽ നിന്ന്. അത് നമ്മൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഏതൊരു മ്യൂക്രാക്ഷനും കൊതിച്ചിട്ടുള്ളൊരു സ്ഥലത്തു നിന്നൊരു വിളി വരുമ്പോൾ പിന്നെ എന്ത് വന്നാലും അങ്ങ് മുന്നേറാമെന്ന് ഓർത്തപ്പം ചേട്ടാ എന്താണെന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അന്നേരം അവിടെ നിന്ന് അതാണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതല്ല ഷൈജു, അങ്ങനെ വേണ്ട ഷൈജു, അതല്ല നമുക്ക് പ്രൊഡ്യൂസറും ഡയറക്ടറും നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്, ആ പേയ്മെൻറ്റ് എന്നോട് പറഞ്ഞു, ഒട്ടും മോശമല്ലാത്തൊരു പേയ്മെൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി പറഞ്ഞു. ആ പേയ്മെൻറ്റ് ഇപ്പോൾ ആ പേയ്മെൻറ്റ് കൂടുതൽ പേയ്മെൻറ്റ് എനിക്ക് രഞ്ജിത്ത് സാർ തന്നു പ്രൊഡ്യൂസർ. അത് കൂടാതെ ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ് നിൽക്കണേന്ന് ആ ലൊക്കേഷനിൽ വെച്ച് രഞ്ജിത്ത് സാർ അറിയുകയും എൻ്റെ പേയ്മെൻറ്റ് ഇമ്മീഡിയറ്റ് എനിക്ക് തന്ന് എന്നെ സോൾവ് ചെയ്യാനായിട്ട് ആ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് തരണം ചെയ്ത് സ്വസ്ഥമായിട്ട് ഞാൻ ആ ലൊക്കേഷനിൽ നിൽക്കാൻ വേണ്ടി അവർ തന്നു. സാധാരണ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു കൈതൊടലേ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ വരുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ തുറന്നു പറയാൻ എൻ്റെ മനസ്സ് സാമ്പത്തികമായിട്ട് ഇച്ചിരി പ്രശ്നത്തിലാണെന്ന് അവരോട് തുറന്നു പറഞ്ഞാൽ അവരെൻ്റെ ആ പ്രശ്നം കേൾക്കിട്ട് അത്രയും വലിയ സിനിമാക്കാർ എൻ്റെ പ്രശ്നം കേൾക്കാനായിട്ട് അവർ സമയം തരിക. ഒരു വേഷം മാത്രം തന്നാൽ പോരെ, ഇവൻ്റെ പ്രശ്നവും കേൾക്കണം. അപ്പോൾ എൻ്റെ പ്രശ്നം കേൾക്കുകയും അതിന് പരിഹാരം കണ്ടെത്താൻ എന്നെ സഹായിക്കുകയും എൻ്റെ പേയ്മെൻറ്റ് പെട്ടെന്ന് തരികയും സാധാരണ ഡബ്ബിങ്ങൊക്കെ എത്തുമ്പോഴാണ് ബാലൻസ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ച് പേയ്മെൻറ്റ് തരും, പിന്നെ ബാക്കി ഡബ്ബിങ്ങൊക്കെ എത്തുമ്പോഴാണ്. ഇതങ്ങനെയല്ല, എൻ്റെ പേയ്മെൻറ്റ് ഓൾറെഡി എനിക്ക് തന്നു കഴിഞ്ഞു, പിന്നെയാണ് ഞാൻ അഭിനയിക്കുന്നത്. ഞാൻ അഭിനയിക്കുന്നു, ഓൾറെഡി പേയ്മെൻറ്റുകൾ എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സാറ് സഹായിച്ചു. അങ്ങനെയൊക്കെയാണ്. ഷൈജു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പോസ്റ്റർ ഇറങ്ങി. അതെ, ആ ബൈക്കെ കുപ്പിയും പിടിച്ച് പുറകിൽ ഒരു ഇരുത്തു. എൻ്റെ പൊന്നളവോ എന്നാ സാധനമായിരുന്നു. അയ്യോ, ആ സാധനം പിടിവിട്ടു പോയത് സത്യം. ഈ പോസ്റ്റർ ഇറങ്ങുമ്പോൾ നമ്മൾ കാണുമല്ലോ, ആ കണ്ടൊരു കാഴ്ച എങ്ങനെയായിരുന്നു? ആ പോസ്റ്റർ ഇറങ്ങുന്ന പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന സ്ഥലം മഴവിൽ മനോരമയിലെ ഒരു ഇച്ചിരി ബമ്പർ ചെയ്തു പരിപാടിയുടെ ഗ്രൂമിങ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ക്യാമറ ചീഫ് പിന്നെ അസോസിയേറ്റ് അങ്ങനെ ഞങ്ങൾ 3-4 പേര് നിൽക്കും. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു പോസ്റ്റ് തന്നെ. അപ്പോൾ വരുൺ എന്നാണ് ചീഫിൻ്റെ പേര്. അപ്പം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിട്ട് നാളത്തെ ഇതിപ്പോൾ ഇങ്ങനെയാണെന്നൊക്കെ വരുൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഈ തുടരും സോഷ്യൽ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഗ്രൂപ്പിനകത്ത് ഒരു ഫോട്ടോ വന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങൾ ഞെക്കി തുറക്കാനൊരു സമയമുണ്ടല്ലോ. അപ്പോൾ അതുവരെ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്ന ആൾക്ക് ഞാൻ എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്ന് ബോറാവരുതല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ഞെക്കിയിട്ട് ഞാനിങ്ങനെ നിന്ന്. അപ്പം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ശ്രദ്ധ വേണമല്ലോ ഇവിടെ. അപ്പോൾ ഞാൻ ചുമ്മാ നോക്കിയപ്പോഴാണ് ഈ ബൈക്കുമായിട്ടുള്ള സീൻ. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം എല്ലാം കൂടെ കണ്ട് ഞാൻ പിന്നെ അതിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇത് സത്യം പറഞ്ഞാൽ ഒരു വിഷമങ്ങ് വന്നിട്ട് കണ്ണങ്ങ് നിറഞ്ഞ് വരുണൊക്കെ കൂടി പിടിച്ചു. അത്രയ്ക്ക് സങ്കടം വന്നു പോയി. കാരണം എന്താ വെച്ചാൽ ഇതൊരിക്കലും പോസ്റ്ററായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു സീനൊക്കെ ചെയ്തു പോയി, പക്ഷെ അതൊരു പോസ്റ്ററിന് വേണ്ടിയിട്ട് ഇവർ ഡിസൈൻ ചെയ്ത് അങ്ങനെ ഒന്നും ഓർമ്മയില്ലല്ലോ. ഇത് കണ്ട് സങ്കടം വന്നു പോയി. പിന്നെ അത് അവിടുത്തെ ഫ്ലോറിൽ പോലും ആ പോസ്റ്റർ ഇട്ട് എല്ലാവരും കൈയടിച്ച് എനിക്ക് സപ്പോർട്ട് തന്നു. അവിടെ മനോരമയിൽ പ്രൊഡ്യൂസർ രഞ്ജിത്തൊക്കെ കൂടി അതങ്ങനെ ചെയ്തിട്ട് അത് ഭയങ്കര ആരെ പ്രതീക്ഷിക്കണത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഏങ്ങലടിച്ചു പോയി ഞാൻ. അത്രമേൽ വിഷമം ഉണ്ടായിരുന്നോ ഷൈജു? ഒരു പക്ഷെ തുടരും പടം ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്തായേനെ ജീവിതം? ചിന്തിച്ചിട്ടുണ്ടോ? ജീവിക്കും. കാരണം എന്താ അറിയോ, എനിക്കിങ്ങനെ ഒരു നിബന്ധനകളില്ല, ഇന്നത് ചെയ്യുള്ളൂ, ഇന്ന സംഭവങ്ങൾ ചെയ്യുള്ളൂ എന്നല്ല. തൊഴിലെന്തും ചെയ്യും, എന്തു തൊഴിലും ചെയ്യും. അതുകൊണ്ട് ഞാൻ ജീവിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. കാരണം എന്ത് പണിയും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ലാൽ സാറിൻ്റെ പടത്തിൻ്റെ ലൊക്കേഷനിൽ ഞാൻ പോകുന്ന നേരെ പെയിൻറ്റിങ് സൈറ്റിലേക്കാണ്. പെയിൻറ്റിങ് സൈറ്റിലോട്ടാ? ലാൽ സാറിൻ്റെ സെറ്റിൽ നിന്ന് ഞാൻ പോകുന്നത് നേരെ പെയിൻറ്റിങ് സൈറ്റിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ പണിയെടുക്കുന്നവരല്ല പണി ചോദിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറയണത്, എടാ നീ പടത്തിലൊക്കെ അന്വേഷിച്ചിട്ട് വന്നിട്ട് നീ വരണ്ട. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇപ്പോൾ പെയിൻറ്റിങ്ങിന് പോകാറുമില്ല. അത് ആ ടൈമിലാണ്, മഴക്കാലമല്ലേ. എടാ നീ വരണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരും, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ എനിക്ക് സപ്പോർട്ടാണ്. അവളെ ചോറും പൊതിഞ്ഞിട്ട് എന്നെ വിടാൻ അവൾക്ക് ഓക്കെയാണ്. അവളോട് നടൻ്റെ ഭാര്യയായിട്ടല്ല അവൾ ജീവിക്കുന്നത്, ഒരു കലാകാരൻ്റെ ഭാര്യയായിട്ടാണ്. അതുകൊണ്ട് അവൾക്ക് പ്രശ്നമല്ല. കുഞ്ഞുങ്ങൾക്ക് മാനസികമായിട്ട് വിഷമമുണ്ട്. കാരണം അവരുടെ കൂടെ പഠിച്ച പിള്ളേരെയൊക്കെ എടുത്ത് അവരെ ടി വിയിലൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് അച്ഛനവിടെ പോയി പെയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ ക്ലീനിങ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് അത് വിഷമമായിരിക്കാം. ഷൈജുയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ഭാര്യയും മക്കളുമാണ്. അതെ,
തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം കണ്ണു നിറഞ്ഞോ? തിയേറ്ററിൽ പടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം ഇരുന്നോടെ ഇരുന്നെന്ന് പറഞ്ഞാൽ ഏങ്ങലടിച്ച് കരഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതൊന്നും മറച്ചു വെക്കേണ്ട കാര്യങ്ങളല്ല. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സന്തോഷമാണ് സങ്കടമാണെങ്കിലും അത് ഞാൻ പറയുമ്പോഴല്ലേ എനിക്ക് ഞാൻ അനുഭവിച്ച ഇതിന് കടന്നു പോവുള്ളൂ. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ജയലാലൊക്കെ പടത്തിൽ അഭിനയിച്ചാണ്. അവരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ പടം കണ്ടവരെല്ലാം ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരുന്നു പോയി. കാരണം ആരും ഈ പടം ഞങ്ങളാരും ഈ പടത്തിൻ്റെ കഥ എന്നാന്ന് പോലും അറിയത്തില്ല. അതെ, ഞങ്ങളൊക്കെ അവിടെ പോർഷൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. ഈ തന്മൂർത്തി എന്ന് പറഞ്ഞാൽ ഡയറക്ടർ, ഈ ക്യാമറമാൻ ഷായി സാറ്, ഈ KR സുനിൽ ചേട്ടൻ, എൻ്റെ തിരക്കഥ എഴുതിക്കുന്ന സുനിൽ ചേട്ടൻ, ഇവരെല്ലാം ഇത്രത്തോളം എഫേർട്ട് എടുത്തു. പിന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ സനു അടക്കം അവന്മാരെല്ലാം എല്ലാവരും കൂടെ കൂടി, ബിനുചേട്ടൻ അസോസിയേറ്റ് ചേട്ടൻ അല്ല, ഇവരെല്ലാവരും കൂടെ കൂടി ഒരു ഭയങ്കര സംഭവം ചെയ്തു വെച്ചേക്കണമെന്ന് തിയേറ്റർ പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവണം. അതെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്ന് പോയിട്ട് ഇങ്ങനെ സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇത്രയും വലിയൊരു സംഭവത്തിൻ്റെ ഭാഗമാണല്ലോ ഞാനും ആയേ. അത് ഇപ്പം നമുക്ക് മാത്രം, എനിക്ക് എൻ്റെ കൂടെ ഇരിക്കുന്നവർക്കില്ല, എനിക്ക് മാത്രം ഒന്ന് ചിന്തിച്ചു പോകുന്നൊരു പഴയകാലം കൂടെ ഉണ്ടല്ലോ. ആ ടൈമും കൂടെ വന്നിട്ടൊരു സങ്കടത്തോടുകൂടി ഞാൻ അവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തേക്ക് സങ്കടമായിപ്പോയി. അപ്പം ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ ഡയറക്ടറും കുടുംബവും എല്ലാവരും, ഡയറക്ടറെ അച്ഛനൊക്കെ അമ്മയ്ക്കൊക്കെ എന്നെ വലിയ കാര്യമാണ്. അപ്പോൾ റിലീസിൻ്റെ അന്ന് പോലും അമ്മ വന്നിട്ട് അച്ഛനോട് ചോദിച്ചെന്ന്, നമ്മുടെ ചിയാച്ചൻ എന്തെന്ന് ചോദിച്ചത്, ഈ തന്മൂർത്തി സാറിൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പം അമ്മ ചോദിച്ചു. അപ്പോൾ അമ്മേനെ പോയി ഞാൻ മീറ്റ് ചെയ്തു. പിന്നെ ഞാൻ പുറകോട്ട് നോക്കുമ്പം തരുൺ സാറും വൈഫും കൊച്ചും എല്ലാം ഉണ്ട്. അവരെല്ലാവരും പുറയിലുണ്ട്. അവരെല്ലാവരും കൂടി ഇങ്ങനെ കാണിച്ചപ്പോൾ നമ്മളും അറിയാതെ കാണിച്ച് ഭയങ്കര കരച്ചിലായിപ്പോയി, ഭയങ്കര സങ്കടമായിപ്പോയി, പിടിവിട്ടു പോയല്ലേ. സന്തോഷത്തിന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയ പുറത്ത്. തരുൺമൂർത്തി എന്ന സംവിധായകനെ കണ്ടൊരു മാജിക് എന്തുമായിരിക്കും? ഏറ്റവും വലിയ മാജിക്കായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ കൈയടിച്ചല്ല, കരഞ്ഞ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെക്കുറിച്ച് ചിന്തിച്ചൊരു കാര്യമാണ് ഈ അവസാനവട്ട എഡിറ്റിങ്. അതിൻ്റെ ഫൈനൽ കട്ടിനകത്ത് അഭിനയിച്ച സീനുകൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്താൻ പറ്റാതെയും എന്നാൽ ഈ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്ത പ്രിയ കലാകാരന്മാരോട് മാപ്പ്, അവരോട് നന്ദി എന്ന് പറഞ്ഞിട്ടില്ല, നന്ദി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം സാർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്തോരം പേര് പല ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ കട്ട് ചെയ്ത് പോയവർക്ക് പോലും ആ സമയത്ത് അവരെ ഓർത്തിട്ടുണ്ട് സാറ്. അതൊരു വലിയൊരു കാരണം സാറ് ഒരുപാട് അഭിനയിക്കാനായിട്ട് നടന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് അങ്ങനെ നടക്കുന്നവരുടെ വിഷമം എന്താണെന്നുള്ള സാറ് മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്പേസ് കുറഞ്ഞു പോകാതെ, അല്ലെങ്കിൽ എനിക്ക് തരുന്ന സ്പേസിനകത്ത് എനിക്ക് ചെയ്യാനുള്ള കണ്ടൻറ്റുകൾ അത് പറഞ്ഞു തരിക, നമുക്കൊരിടം തരിക. ആ ബൈക്കിൽ പോകുന്ന സമയത്തെ ലാലേട്ടൻ അടുത്തിരിക്കുന്നു, ലാലേട്ടൻ ബൈക്ക് ഓടിക്കുന്നു, എന്തൊക്കെ സംസാരിച്ചു ലാലേട്ടൻ? എനിക്കിപ്പോൾ വേഷം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി വിട്ടുപോയിട്ടുണ്ട്, അവരെ നിങ്ങൾ ചേസ് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഞാനെന്ന മിമിക്രിക്കാരനെ ഫോളോ ചെയ്യാനുള്ള കുറേ സാധനങ്ങൾ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യുമല്ലോ. നിർത്തണമെന്ന് പറയുക, കാരണം സാറിൻ്റെ വണ്ടിയാണല്ലോ പോയേക്കണേ, അതെ, അതിനകത്ത് ഷൺമുഖത്തിൻ്റെ വണ്ടിയാണ് പോയേക്കണേ. അപ്പോൾ ചിയാച്ചൻ്റെ ആ ഒരു കൂട്ടുകാരനാണല്ലോ. നീ ഷൺമുഖത്തിന് വണ്ടി ഓടിക്കാൻ വലിയ കാര്യങ്ങൾ വിളിക്കുന്നത് വലിയ, ചിയാച്ചിന് വലിയ ഇതൊന്നുമില്ല, ചിയാച്ചിന് രണ്ടെണ്ണം അടിക്കണം, അതിനു വേണ്ടിയുള്ള കമ്പനിയാണ്, അങ്ങനെയുള്ള പരിപാടിയാണ്. മലയ്ക്ക് പോയിട്ട് വന്ന സീൻ കാണിക്കുമ്പോൾ പോലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടേണ്ടതിന് ചോദിക്കണ അവസ്ഥയല്ല പുള്ളി നിൽക്കുന്നത്. അപ്പോൾ എന്നാൽ നോമ്പ് കൂടണം എന്നുള്ള രീതിയില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് ഇത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അടിക്കണം, ഇടിക്കണം, എറിയണം, നിർത്തണം എന്ന് പറയണം, അങ്ങനെയൊക്കെയുള്ള സംഭവമല്ലേ. പക്ഷേ ഈ ടേക്ക് എടുക്കുമ്പോൾ മൊത്തം ഈ സാറിൽ നിന്ന് തമാശകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞു? നമുക്ക് ഇവിടുന്ന് നേരെ വിട്ടു പോയാലോ, അവരങ്ങോട്ട് പോകല്ലേ, നമുക്ക് ഇവിടുന്ന് കെട്ടിയത് ഊട്ടിക്ക് പോയാലോ എന്നൊക്കെ. അതൊരു സീരിയസ് സീനാണ്. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇരിക്കണം, ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഊട്ടിക്ക് പോയാലെന്ന് ഇരിക്കുമ്പോൾ ആയിപ്പോവില്ലേ നമുക്ക് മനസ്സിൽ. അത് നമ്മൾ പിടിച്ചു നിൽക്കും. പക്ഷേ ഈ ഡയറക്ടർക്ക് അറിയാമെന്നുള്ളതാണിത്, സാറിനറിയാലോ. അപ്പോൾ എനിക്ക് മാത്രം ഒരു ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഡയറക്ടർ ഇത് വെച്ചിട്ട് കേൾക്കുന്നുണ്ട്. സാറിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റീടേക്ക് എന്ന് പറഞ്ഞാൽ അപ്പുറേ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ക്യാമറ വെച്ചേക്കണം, ഇങ്ങനെ പോകുമ്പോഴൊക്കെ എടുക്കണം. അപ്പോൾ സാറിനോട് നിൽക്കുമ്പോൾ എന്നോട് ചോദിക്കും ഇങ്ങനെ, ലാൽ സാറ് കാണാതെ എന്നാ പറയണമെന്ന് ചിരിക്കണ കാണുമ്പോഴേ ഒരുപാട് തമാശകൾ സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോരോ കാര്യം പറഞ്ഞതിൽ ഓർമ്മയിലുള്ള ഏതായിരിക്കും, എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പറഞ്ഞിരിക്കും. ഇപ്പം പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് അപ്പം ഉടനെ ഗ്യാപ്പ് ടൈമിൽ നമ്മൾ നിർത്തിയപ്പോൾ ഞാനിങ്ങനെ ഒരു പാട്ട് പാടിയപ്പം, ഇപ്പം പാട്ട് വേണമായിരുന്നോ, എന്തോ ഇപ്പം പാട്ട് ഇവിടെ വേണ്ടായിരുന്നു അല്ലേ, എല്ലാ സമയം ഞാൻ ചുമ്മാ പാടിയ അല്ല, അത് വേണ്ടായിരുന്നു, തോന്നിയില്ല, വേണ്ട, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
അപ്പം നമുക്ക് എന്നാ പറയണ ചിരി. ഷൈജു അഭിനയിച്ച സമയത്ത് ലാലേട്ടൻ ഹെൽപ്പ് ചെയ്തിരുന്നോ? അങ്ങനെ കൂളായിട്ട് ചെയ്താൽ മതി എന്ന് പറയും. പറയും. പിന്നെ ഫസ്റ്റ് തന്നെ ബൈക്കൊക്കെ കയറുന്ന സീനൊക്കെ എടുക്കുമ്പം ആദ്യം സാറ് എൻ്റെ പുറകിലാണല്ലോ വന്ന് കയറുന്നത്. ആ സാധനമൊക്കെ ചെയ്തപ്പോൾ ഫസ്റ്റ് ഇത് തന്നെ ഓക്കെ. അപ്പോൾ സാറ് വന്നിട്ട് ആദ്യം വന്ന് പറയുന്ന സമയത്തൊക്കെ സാറ് തോളത്തൊക്കെ തട്ടി വളരെ കൂളാക്കിയിട്ടാണ് പോകുന്നത്. എടുത്ത് പോകൂലല്ലോ മോനെയല്ലേ, ഇതിലെ മോനെ കയറും മോനെ, ഇതുപോലെ ഇതിൽ പോകില്ലേ പക്ഷേ മോനെ എന്നൊക്കെ ചോദിക്കും. അനിയ ഇതിൽ പോകില്ലേ, ഓക്കെ അല്ലേ. നേരിട്ട് കണ്ട ലാലേട്ടൻ എങ്ങനെയുണ്ട് ഷൈജു? കൊതിയാവുന്ന അടുത്ത് നിൽക്കുമ്പം. പിന്നെ എന്നെ നല്ല രസമല്ലേ കണ്ടിരിക്കാൻ. നമ്മളൊരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ പിടിക്കാത്ത ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അത് ഏതൊരു മിമിക്രി ആർട്ടിസ്റ്റും വേറെ ആരെ കാണിക്കുന്നതിന് മുമ്പ് മിമിക്രി ആർട്ടിസ്റ്റാണോ അവൻ പയ്യെ അവനെത്തി ഒരു ടൈം വന്നു കഴിഞ്ഞാൽ അവൻ ചുമ്മാ ഒരു രീതിയിലും ആ ഫേസുമായിട്ട് മാച്ച് വരില്ലെങ്കിൽ പോലും ചുമ്മാ ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചു നോക്കും. അതെല്ലാവരിലും ലാലിസം എന്ന് പറയുന്നത് മോഹൻലാൽ സാറിനോടുള്ള ആ ഒരു ഇത് കിടക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ കല്ലെറിയുന്ന ഒരു ജനപ്രിയ നായകനുണ്ട്, ദിലീപേട്ടൻ. അടുത്തറിയാവുന്ന കണ്ടറിഞ്ഞ ഷൈജോയ്ക്ക് തോന്നിയ ദിലീപേട്ടൻ എന്താണ്? ദിലീപേട്ടൻ നല്ലൊരു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. ഇത്രയും ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടല്ല ഞാനീ പറയുന്നത്. നമ്മളുടെ കൂടെ നടക്കുന്ന ഒരു സമൂഹത്തെ സഹായിക്കുന്ന നമ്മൾ കണ്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരുപാട് പേരെ സഹായിച്ചത് കേട്ടും കണ്ടും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഷൈജു കലാകാരൻ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയായിരുന്നു കലാഭവൻ മണിയല്ലേ? മണിച്ചേട്ടൻ. പിന്നെ മണിച്ചേട്ടനെ കണ്ടിട്ടുണ്ടോ? പിന്നെ മണിച്ചേട്ടനെ കണ്ടിട്ടുണ്ടോ? മണിച്ചേട്ടൻ നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നമ്മളെ കൊണ്ടുവരുന്ന ഒരാളാണ്. കൂടുള്ള സമയത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നിർദ്ദേശങ്ങളല്ല, കൂടുള്ള സമയങ്ങൾ മൊത്തം ധൈര്യമായിട്ട് നിൽക്കാൻ പറയും. എന്താ ധൈര്യമായിട്ട് കിടാ എന്ന് പറയും. ഇങ്ങനെ ഇടിക്കും, ഇങ്ങനെ ചേട്ടൻ ഇടി ഇതാവും. ഈ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ UK പോയിട്ട് ഞങ്ങളെല്ലാവരും എയർപോർട്ടിൽ വന്നിറങ്ങും. അപ്പം മണിച്ചേട്ടൻ്റെ കൂട്ടുകാരൻ ജോയിച്ചേട്ടനടക്കം, മണിച്ചേട്ടൻ്റെ മാനേജരായിരുന്നു ജോയിച്ചേട്ടനടക്കം ഒരു സംഘം ഉണ്ടല്ലോ കൂട്ടുകാർ, അവരെല്ലാം എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുക. കാരണം UK പരിപാടിക്ക് പോകുമ്പോൾ മണിച്ചേട്ടൻ്റെ ടീമിനൊന്നും വിസ അടിച്ചില്ല കൂടെയുള്ളവർക്ക്. അങ്ങനെ പെട്ടെന്ന് വിസ ആ ടൈമിലുണ്ടായിരുന്ന എനിക്കൊക്കെ ഉണ്ടായിരുന്നു, വേറെ പോയതിൻ്റെ വിസ. അങ്ങനെ ഞങ്ങൾ പരിപാടിക്ക് പോയത്. ഞങ്ങൾ പോയിട്ട് വന്നിറങ്ങിയ എല്ലാവർക്കും ഒരു 3/4 പവനാണോ 1/2 പവനാണോ മോതിരം എയർപോർട്ടിൽ വെച്ച് ഇങ്ങനെ സഞ്ചി സഹിതം കൊണ്ടും തരുക. മണിച്ചേട്ടനൊരു പാത്രത്തിനകത്ത് നിന്ന് എടുത്ത് എന്നടാ ഇടേ എല്ലാവർക്കും. കാരണം ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് അവിടെ ഈ പുള്ളിയുടെ സംഘത്തിനോട് പുള്ളി നേരത്തെ നിർദ്ദേശം കൊടുത്തേക്കുക. കാരണം പ്രോഗ്രാം പുള്ളിയുടെ ടീമല്ല പോയേക്കുന്നത്. പെട്ടെന്ന് കിട്ടിയ കുറച്ച് പേരെ എടുത്തോണ്ടാണ് പോയണേ. പക്ഷെ ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചരിത്ര വിജയം പോലത്തെ വിജയമായിരുന്നു. UK മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം, കാണുന്ന UK ആൾക്കാരെ കാണുന്നുണ്ടല്ലോ, അവർക്കൊക്കെ അറിയാം. മണിച്ചേട്ടൻ ലാസ്റ്റ് ടൈം പോയ പരിപാടി അതാ, പോയിട്ട് പൊളിച്ചടിക്കിയ പരിപാടിയായിരുന്നു. മിമിക്രി 2 വോയിസ് ചെയ്യാവോ? ബാലകൃഷ്ണ കള്ളനായിൻ്റെ മോനെ തൊലപ്പ പറ്റൂലെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ്. അതായത് ഞാൻ ഇച്ചിരി പഴയതാ. ഇപ്പോഴത്തെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിങ് ഒക്കെ ഈ ശങ്കരാടിച്ചേട്ടൻ്റെ മാമുക്കോയൊക്കെ അവരുടെയൊക്കെ അഭിനയം ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ്. അതുകൊണ്ട് അവരുടെയൊക്കെ ആ ചലനങ്ങളും സ്റ്റൈലും പറച്ചിലും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് ഈ മാമുക്കോയ അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഞാൻ കൂടുതൽ സ്റ്റേജിൽ അവതരിപ്പിക്കാറുണ്ട്. ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടോ, പണിയൊന്നും ഇല്ലടാ, പടമൊന്നും ഇല്ലേ, അല്ല പരിപാടിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അത് കോമൺ ആണല്ലോ. സ്വാഭാവികമായിട്ട് ഒരാൾ വിശേഷം ചോദിക്കുമ്പോൾ നമ്മളോട് പറയുന്നൊരു സാധനം അത്. അതായത് ഗൾഫുകാരൻ വന്നിട്ട് എന്നാ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഗൾഫുകാരൻ ഇന്നലെ വന്നുള്ളായിരിക്കും. ഇന്നലെ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കാണാൻ എന്നാ പോണേ ചോദിക്കും. അവനവൻ്റെ പിള്ളേരെ പോലും ശരിക്കും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ കലാകാരനോട് ചോദിക്കും പരിപാടിയില്ലേ. അങ്ങനെ പറയുമ്പോഴും നമ്മൾ അത് പ്രതീക്ഷിക്കാവുള്ളന്നേ. അത് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ പണ്ടേ നമുക്ക് ഏതൊരു ആർട്ടിസ്റ്റിനും വണ്ടി എടുക്കാൻ കൊതിയില്ലേ? ഉണ്ട്. ഒരു കാറെടുത്ത്, ഒരു മാരുതി കാറ് ആദ്യമായിട്ട് ജാഫ്രിക്കായി ഞാനവിടെ കൂടി ഒരു സീരിയലിന് വേണ്ടിയിട്ട് എഴുതാനും കണ്ട് ജാഫ്രിക്ക ഒരു ടീം എഴുതുക. അപ്പം നമുക്ക് അവിടെ പോകാമെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയപ്പോൾ ഒരു വണ്ടി കച്ചവടക്കാരൻ വന്നു. അയാളുടെ കയ്യിലൊരു ചെറിയൊരു പഴയ കാലത്തെ 800
അപ്പം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടി ഇതുവരെ എനിക്കൊരു വണ്ടിയില്ല, നമുക്കൊരു വണ്ടി കിട്ടിയാൽ നല്ലതായിരുന്നു, വണ്ടി നല്ല രസമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ അതിനകത്ത് നമുക്ക് ഈ ഭക്ഷണമൊക്കെ കൊണ്ട് തന്നെ ആ വണ്ടിക്കകത്താന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് കോഴിച്ചോര കളർ പെയിൻ്റ് അടിച്ചേക്കണം, റീപെയിൻ്റാണ്, വേറെ വലിയ ഇതൊന്നുമില്ല, വണ്ടി വരുന്നു, ഭക്ഷണം കൊണ്ട് തരുന്നു, പോകുന്നു. അപ്പോൾ ജാഫർക്ക് എനിക്ക് നിരന്തരം ഞാൻ ഈ വണ്ടിയുടെ അടുത്ത് പോയി നോക്കിയേക്കുന്നത്. അപ്പോൾ ജാഫർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ, ഡാ നിനക്ക് വേണോ അത്? ഞാൻ പറഞ്ഞു കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ ഞങ്ങളൊരു പരിപാടിക്ക് പോവുക. അപ്പോൾ ആ പരിപാടിയുടെ പേയ്മെൻറ്റ് നിനക്ക് ഞാൻ ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് തരാം, അത് കിട്ടുമ്പോൾ നീ എനിക്ക് തന്നാൽ മതി. ശരിക്കാ പറഞ്ഞു. അപ്പോൾ ആ പൈസ എനിക്ക് തരുന്നു, ഞാൻ ഈ പുള്ളിക്ക് പൈസ കൊടുക്കുന്നു. വണ്ടി നിസ്സാര വിലക്കാട്ടോ വണ്ടി കിട്ടുന്നത്. വണ്ടി കിട്ടി. അപ്പോൾ വണ്ടി കിട്ടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. അതുവരെ എഴുതാൻ നിൽക്കാമെന്ന് പറഞ്ഞാൽ വണ്ടി കിട്ടി വീട്ടിൽ നിന്ന് കാണിക്കാനുള്ള ആഗ്രഹം ആദ്യമായിട്ടൊരു കാറ് കിട്ടും. അപ്പോൾ അവർക്ക് ഞാൻ വീട് വരുന്ന കൂടെ. അപ്പോൾ പുള്ളിക്കും അത് മനസ്സിലായി. എന്നാ പൈസ വെച്ചോ, എന്നതിനാ പെട്രോൾ അടിച്ചോ. അങ്ങനെ പെട്രോൾ അടിച്ച് ഞാൻ പോവുക വണ്ടിയായിട്ട്. എൻ്റെ അച്ഛനെ അപ്പോൾ ഒരു മഴ ടൈമിലാണ്. അപ്പോൾ വണ്ടി കൊണ്ടുവന്നിങ്ങനെ, അപ്പോൾ വണ്ടിയുടെ വീടിൻ്റെ അങ്ങോട്ട് വണ്ടി കയറി പോകത്തില്ല, അത് താഴെ ഇട്ടേക്കുക, റോഡ് സൈഡിനോട് ചേർത്തിട്ടേക്കുക. എൻ്റെ വീട്ടിൽ പോയി പിള്ളേരെയും വൈഫിനെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നു. പെട്ടെന്ന് വണ്ടി കാണുന്നു, എല്ലാവരും വണ്ടിക്ക് ചുറ്റും നടക്കുന്നു, കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് തന്നെ വൈഫ് മക്കളോട് വളരെ ഇപ്പം കയറില്ല, നാളെ രാവിലെ പള്ളി പോകുമ്പോൾ കയറാം. പിറ്റേ ദിവസം രാവിലെ വന്ന് ഞങ്ങൾ വണ്ടിയുടെ ഡോർ തുറക്കുന്നു. അപ്പം നല്ല വസ്ത്രം, കാറിലാണല്ലോ, നല്ല വസ്ത്രങ്ങളൊക്കെ തേച്ചൊക്കെ ഇട്ട് റെഡിയായിട്ട് വന്ന് ഡോറ് തുറക്കുന്നു. കയറി അങ്ങ് ഇരിക്കുക. ഇരിക്കുമ്പോൾ കാല് വെച്ചപ്പോഴാണ് ഈ വണ്ടിക്കകത്ത് നിറച്ച് വെള്ളമാണ്. ഇതേ ചോരുമായിരുന്നുടാവേ, ഈ വണ്ടിക്കകത്ത് മൊത്തം ചോർച്ചയായിരുന്നു. ഇത് വെയിലത്ത് മാത്രം പുള്ളി കൊണ്ടുപോയിട്ടായിരുന്നു, മഴയത്ത് വെറുതെ ഇടുക. ഞാൻ ജാഫർഖാൻ വിളിച്ചിക്ക, അവിടെ ഈ ഓല കിട്ടുക, എന്നത്തിന് ഓല വാങ്ങിച്ചൊന്ന് മേയാൻ വേണ്ടിയായിരുന്നു. എന്നാടാ ഞാൻ ഈ വണ്ടി ഒന്ന് മേയാൻ വേണ്ടി. ചിരിച്ചിട്ട് ഒരു രക്ഷയില്ല, അതുപോലെ ചിരിയായിരുന്നു. എന്നറിയാവോ, ഇക്കാക്കും അറിയില്ല, എനിക്കും അറിയാൻ പാടില്ലല്ലോ. പുള്ളിയും ചിലപ്പോൾ ഇത്രയും പ്രതീക്ഷ ഉണ്ടാവില്ല. അത് പോട്ടെ, ഈ വെൽവെറ്റിൻ്റെ സീറ്റായിരുന്നു, വെൽവെറ്റിൻ്റെ സീറ്റ്. അപ്പോൾ ആ വെൽവെറ്റിൻ്റെ സീറ്റിനകത്ത് വെള്ളം പിടിച്ചാൽ പോകത്തില്ലല്ലോ. ഇല്ല, അതെ. അപ്പം ഞങ്ങൾ എന്നെ ചെയ്യുമെന്നറിയാമോ, ഞാനും പറയും പിള്ളേരെന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കൂട് വെട്ടിയിട്ട് അതിങ്ങനെ ഇതിനകത്തൊക്കെ അങ്ങ് ഇടും, എന്നിട്ട് എങ്ങും തൊടാതിരിക്കും. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഇടും, അടിയിലിടും, ഇങ്ങനെ പോകും. ഞങ്ങൾ ഇറങ്ങുമ്പോൾ പ്ലാസ്റ്റിക് കൊടുത്ത് മാറ്റും, പ്രശ്നമില്ല. അതെ. വണ്ടി വിട്ടു പോകും. ഒരു ദിവസം ഞങ്ങൾ ജംഗ്ഷനിലേക്ക് ഞായറാഴ്ച ചെല്ലുമ്പോൾ പള്ളി പോകാനായിട്ട് ഇങ്ങനെ വണ്ടി കൊണ്ട് അങ്ങ് പോണ സമയത്ത്, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാനായിട്ട് നിൽക്കുമ്പം വണ്ടി കൊണ്ട് നിങ്ങൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു പുള്ളി അവിടെ ഉണ്ട്, അങ്ങനെ നോക്കുക എന്നെ, ഇങ്ങനെ മുണ്ട് മുടങ്ങി കുത്തി നോക്കുക. നല്ല പടപടാന്ന് പുള്ളിയുടെ ഷർട്ടും മുണ്ടും തേച്ചിട്ടൊക്കെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ടെൻഷൻ. എന്നാ അറിയോ, പുള്ളി കയറി ഈ വണ്ടിക്കകത്തിരിക്കും, ഇരുന്നാൽ പോയി. അപ്പം നമ്മൾ വണ്ടി എടുത്തതുമല്ലേ, എല്ലാവർക്കും സന്തോഷമല്ലേ. അപ്പം വണ്ടിയൊക്കെ എടുത്തോല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി പോകുന്നില്ല എന്നുള്ള രീതി കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ളൂ എന്ന രീതിയിൽ ഇറങ്ങിയിട്ട് ഡോറങ്ങ് അടച്ചു. കാരണം പുള്ളി കൈ നീട്ടി, മനസ്സിലായി. അപ്പം ഞാൻ അവിടെ തന്നെ അങ്ങ് ഒതുക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് അലി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കടയുണ്ട്. അപ്പോൾ അലിക്കട കടയിൽ കയറിയിട്ട് ഒന്നിട്ട് സാധനമൊക്കെ വാങ്ങിച്ച് ഞാൻ പയ്യെ ചാളം ചവിട്ടിട്ട് പുള്ളിനെ കണ്ടില്ല. അപ്പോൾ വന്ന ഏതോ വണ്ടിക്ക് ഉള്ളിൽ കയറിപ്പോയാ. എന്നാൽ ഞങ്ങൾ പള്ളിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കയറിയുള്ളൂ, പിള്ളേരൊന്നുമില്ല, അതുകൊണ്ട് പുറകിൽ പേപ്പർ കവർ ഇട്ടിട്ടില്ല. ഞങ്ങൾക്കുള്ള കവർ നമ്മൾ സേഫ് ആക്കിയിട്ട് ഞങ്ങൾക്കുള്ള ഇത് മാത്രം മറ മാത്രമേ കൊണ്ടിട്ടുള്ളൂ. ഞങ്ങൾക്കുള്ള കവചം ഇട്ട് ഞങ്ങൾ ഇരിക്കുക. ഈ വണ്ടി അജിൽ എങ്ങനെ എടുക്കാൻ തുടങ്ങുമല്ല, ഈ പുള്ളി അവിടെ കണ്ട് മാറിയപ്പോഴാണ് ഈ പുള്ളി ഓടി വന്ന് ഈ പുറകുവശം തുറന്നിട്ട് കയറി അങ്ങ് ഇരുന്നു. തേച്ച് മടക്കി പശ തേച്ച ആ ഡ്രസ്സ് വിട്ടുകൊണ്ട് പുള്ളി കയറി അങ്ങ് ഇരുന്നു. പിന്നെ ഞാൻ കണ്ണാടിക്കുന്ന പുള്ളിനെ കാണും കേട്ടോ. എന്നിട്ട് പുള്ളി എന്നെ ഇങ്ങനെ നോക്കും, പെണ്ണും പിള്ളേരെ ഇങ്ങനെ നോക്കും. പുള്ളി സീറ്റാലും ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് അപ്പോൾ മൊത്തം വണ്ടി കൊണ്ടുവന്ന് ഒരിടത്ത് കൊണ്ടുവന്ന് ഞാൻ ആ വളവ് തിരിയണ അവിടെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ചോദിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാകും, ഒന്ന് എത്തിക്കണവേ എന്ന് പറഞ്ഞു. ആ സ്വരത്തിന് തന്നെ ഭയങ്കര കലിപ്പുണ്ട്. തുറന്നങ്ങ് ഇറങ്ങി അടച്ചങ്ങ് വിട്ടു. ഞാനൊന്നും നോക്കാതെ വണ്ടി എടുത്ത് പോകുമ്പോണ്ടല്ലോ, ഈ മിററിൽ കൂടെ ഞാൻ പുറയിലേക്ക് നോക്കുമ്പോണ്ടല്ലോ,
നമ്മുടെ ഈ പുറകിലത്തെ മുണ്ടില്ലേ, അത് മുണ്ട് മൊത്തം ഇങ്ങനെ പിടിച്ചിട്ട് പുള്ളി പിഴിയുക. പിഴിഞ്ഞിട്ട് കുടഞ്ഞിട്ടേ അന്ന് പള്ളിയിലേക്ക് വന്നില്ല, തിരിച്ചു നടക്കുമോ വീട്ടിലേക്ക്. ഞാൻ നോക്കുമ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെ ഒരാൾ പോവുക. അയ്യോ, ചിരിച്ചു എന്നാ പറഞ്ഞാൽ നമ്മുടെ അവസ്ഥയോർത്ത് ചിരിച്ചു തന്ന ഒരുപാട് കഥകളുണ്ടല്ലേ ഷൈജോ. ഈ കഥകളൊക്കെ എപ്പോഴെങ്കിലും സ്കിറ്റിലാക്കിയിട്ടുണ്ടോ ഷൈജോ? എനിക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ സ്കിറ്റുകളാക്കി വൈറലായി ചെയ്തിട്ടുണ്ട്. ഷൈജോ കലാകാരന്മാരായിരുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെ മകൻ ഷൈജു അടിമാലി ഒരുപക്ഷെ തുടരും പടത്തിന് ഒരുപക്ഷെ അവർക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു കലാകാരന്മാരുടെ മകനായി ജനിച്ചതിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഷൈജുയുടെ ജീവിതത്തിൽ? അതാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇനി ഒരിക്കലും അത് ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു ദൂരത്തേക്ക് അവർ യാത്രയായല്ലോ. എൻ്റെ അച്ഛനും അമ്മച്ചും മരിച്ചുപോയി. അവരുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഒരു കലാകാരനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു നല്ലൊരു ഭാവി അല്ലെങ്കിൽ നന്നായിട്ട് ഞാൻ ജീവിക്കുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അവർ കണ്ടിട്ടുള്ള മൊത്തം എൻ്റെ കഷ്ടപ്പാടാണ്, സങ്കടങ്ങളും കഷ്ടപ്പാടും മാത്രമാണ് അവർ കണ്ടിട്ടുള്ളത്. അവരെ ഞാൻ നല്ല രീതിയിൽ എൻ്റെ അമ്മച്ചിക്കും അപ്പച്ചനെ ഇതിൽ ചെയ്തു കൊടുക്കാൻ എന്നെ അങ്ങോട്ട് പറ്റിയില്ലോ എന്നുള്ളൊരു സങ്കടം അതൊരു കലാകാരൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. ഒരു പക്ഷേ ഇന്ന് അമ്മച്ചി അപ്പച്ചനും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേനെ. പിന്നെ അവർ സന്തോഷിക്കില്ലേ, കാരണം വെച്ചാൽ അപ്പച്ചൻ അവിടെ നാട്ടിലൊക്കെ നാടകം എഴുതി പഠിപ്പിച്ച് സംവിധാനം ചെയ്തൊക്കെ കളിക്കുന്ന ആളായിരുന്നു. അമ്മച്ചിനെ അതിന് നിർബന്ധപൂർവ്വം അഭിനയിപ്പിക്കുന്ന ആളായിരുന്നു അപ്പച്ചൻ. അപ്പോൾ അവരൊക്കെ എത്രയോ മോഹിച്ച സംഭവത്തിനകത്ത് അവരുടെ മോൻ ഇങ്ങനെ ഒരു വേഷം ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ. പക്ഷെ എനിക്ക് അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. കാരണം പക്ഷെ എന്താ പറയുക, നമുക്ക് ഒരു കല എന്നുള്ള സംഭവത്തിന് നമുക്ക് അത് പറയുമ്പോൾ കണ്ണു നിറയുന്നത് അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല, ഒരു വിഷമം. ഏതായാലും ഷൈജോ ഇപ്പോഴത്തെ ജീവിതത്തിൽ മക്കളും ഭാര്യയും ഹാപ്പിയല്ലേ? പിന്നെ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പഠിച്ചൊരു ഭാര്യയും മക്കളും ആയതുകൊണ്ട് അവർ ഹാപ്പിയാണ്. ഇപ്പം തടിപ്പണിക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, പെയിൻറ്റ് പണിക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, അതല്ലാതെ എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്. ഏതൊരു മിമിക്രി ആർട്ടിസ്റ്റും പെട്ടെന്ന് പോയി ചെയ്യാൻ പറ്റുന്ന 2 പണി, ഒന്ന് ഓട്ടോറിക്ഷ ഓടിക്കുക, ഒന്ന് മറ്റേ പെയിൻറ്റിങ്ങിന് പോകുക. എന്താണെന്നറിയാമോ, ഈ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ പെയിൻറ്റിങ് പിടിക്കുന്ന ഒരു കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പാവമായിരിക്കും. കോൺട്രാക്ടർ പുള്ളി ഇതിങ്ങനെ വളർന്നു വന്നിട്ട് പെയിൻറ്റിങ് ആയ ആളായിരിക്കും, കോൺട്രാക്ടർ ആയാലായിരിക്കും. അപ്പോൾ ഈ പെയിൻറ്റ് പണി ആൾക്കാരുടെ ചെറിയൊരു കലാബോധം ഉള്ളിൽ കിടക്കും. എന്തെങ്കിലും വേണോ? അതൊന്നും ഈ പെയിൻറ്റിങ് പണിയുടെ സംഭവത്തിനകത്തേ ഒരു മൂളിപ്പാട്ടെങ്കിലും പാടിക്കൊണ്ട് നിന്നേമാര് പെയിൻറ്റിങ് ആയിരുന്നു ഞങ്ങളുടെ ടീമുകൾ പെയിൻറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു സിനിമയുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, ഇച്ചിരിയെങ്കിലും സെൻസ് ഉണ്ടാവും എന്തെങ്കിലും ഒരു വിഷയം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ ഈ പെയിൻറ്റിങ് സൈറ്റിലൊന്നും ആരുടെയും കുറ്റം കുറവ് പറഞ്ഞുകൊണ്ടിരിപ്പൊന്നുമില്ല. കാരണം ഈ പണി നീങ്ങാൻ വേണ്ടി മറ്റേ പടം കണ്ടോ, ഏതാ മറ്റേ പടം, അപ്പോൾ ഇപ്പുറം മൂലയ്ക്ക് ഒരുത്തനാണെങ്കിൽ അപ്പുറം മൂലയ്ക്ക് അടുത്തവൻ. അപ്പോൾ ഈ പല കഥകളും ഷെയർ ചെയ്താൽ പറഞ്ഞേ, അവൻ എന്നാണ് അവിടെ നിന്ന് പറഞ്ഞേ, അവൻ പറഞ്ഞേ മോഹൻലാലിൻ്റെ പടത്തിൻ്റെ കാര്യമാണ്, മമ്മൂട്ടിയുടെ പടത്തിൻ്റെ കാര്യമാണ്, അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണെന്നാണ് പറഞ്ഞതെന്ന് ഇങ്ങനെ ഷെയർ ചെയ്താൽ വേണം. അപ്പുറം മൂലയ്ക്ക് ഇപ്പോൾ അപ്പുറം മൂലയ്ക്ക് മേളിൽ നിൽപ്പുണ്ടാവും ഒരുത്തൻ. അപ്പോൾ ഒരുത്തൻ പറയണത് ഒരുത്തൻ അങ്ങോട്ട് ഷെയർ ചെയ്ത് എന്നാടാ പറഞ്ഞവൻ ഉത്സവത്തിനാണായാലും വെടിക്കെട്ട് എങ്ങനെയാണ് അതിന് മറുപടി എല്ലാം അങ്ങോട്ടും കൂടെ പറഞ്ഞു വരുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞു പോണതിനിടയ്ക്ക് പെട്ടെന്നായിരിക്കും ഒരു കോൾ തന്നെ എടുത്തിട്ട്, എടാ നിൻ്റെ ഫോൺ അടിക്കണ്ട കേട്ടോ, എന്നാ എടാ നാളെ ഒരു പരിപാടി ഉണ്ട്, നിനക്കിന്ന് വരാൻ പറ്റുമോ? ആണോ ചേട്ടാ, ഞാൻ നാളെ ഇല്ലാട്ടോ എന്ന് പറഞ്ഞ് ബ്രഷ് ഇത് ഇങ്ങനെ പിടിച്ച് കഴുകി വെക്കാൻ പറ്റുന്ന അറിയാമോ? ബ്രഷ് ഇങ്ങനെ പിടിച്ച് കഴുകണം, വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് കഴുകണം, അങ്ങനെ കഴുകി വെക്കണേ എന്നാ അറിയാമോ? മറ്റേ പിള്ളേർ അനുവാദം. പിന്നെ നാളെ ആ പുള്ളി ഇല്ലെങ്കിൽ ഈ ഒരു സൈഡിലെ ബ്രഷ് ഇല്ലാന്നുള്ളൂ, മറ്റൊരു പണി അത് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഏരിയയിലും ഒരാളെ എവിടെയെങ്കിലും വിളിച്ച് കയറ്റി നിർത്താം, ഇല്ലെങ്കിൽ ഒരു പണി കൊണ്ട് ഒരാൾ വന്നില്ല എന്ന് ഓർത്തിട്ട് ഒന്നും മുടങ്ങി പോകത്തില്ല. പെയിൻറ്റിങ്ങിന് ഓട്ടോറിക്ഷ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നിട്ട് ചേട്ടാ ഞാൻ നാളെ ഇല്ല കേട്ടോ മനുഷ്യട്ടി കൊണ്ടുവരാം. രണ്ടും നമ്മൾ ഈസിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഷൈജോ ഒരുപാട് അനുഭവങ്ങളും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും ഉള്ള ഷൈജോയോട് എനിക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയതിൽ ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും തുടരും എന്ന സിനിമയിൽ ഹിറ്റായതുപോലെ തന്നെ ഇനിയും ജീവിതത്തിൻ്റെ യാത്രകളിൽ തുടർന്ന് തന്നെ പോട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.